അപ്പോൾ കഞ്ഞിവെള്ളം വെച്ചിട്ട് ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വിനിഗർ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു അര ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനിഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് പൊടിയും കൊണ്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിന് പരലുപ്പിനേക്കാളും നല്ലത് ഉപ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് വേണ്ടത് തേയിലപ്പൊടിയാണ്. അപ്പം 1 ടേബിൾ സ്പൂൺ അളവിൽ തേയിലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേയിലപ്പൊടിയാണ് ഇതിൻ്റെ മെയിൻ സാധനം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഡിഷ് വാഷ്, അപ്പോൾ ഒരു പതയ്ക്ക് വേണ്ടി, ഒരു സോപ്പ് പതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഡിഷ് വാഷും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തെല്ലാം സാധനങ്ങളുണ്ട്? കഞ്ഞിവെള്ളം, അതേപോലെ വിനിഗർ, ഉപ്പ് പൊടി, തേയിലപ്പൊടി, ഡിഷ് വാഷ്. അപ്പോൾ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ മതി, കുറേശ്ശെ മതി, തോനെ ആവശ്യമില്ല. നമുക്ക് എത്രമാത്രം ക്ലീനിങ്ങിന് വേണോ അതിനനുസരിച്ചുള്ള സാധനങ്ങളുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂമിൻ്റെ ടൈലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ കരിമ്പുള്ളി അടിച്ച് കിടക്കുന്ന, കരിമ്പനൊക്കെ അടിച്ച് കിടക്കത്തില്ല, ആ രീതിയിലുള്ള ടൈലാണ് ഇപ്പം ഞാൻ തേച്ച് കഴുകി ക്ലീനാക്കി കാണിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റ് നല്ല വെള്ളി പോലെ തിളങ്ങും കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് കണ്ടോ, നല്ല രീതിയിൽ കരിമ്പൻ അടിച്ചിരിപ്പുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് തേക്കുമ്പോഴത്തേനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ, അപ്പോൾ ആ വെള്ളത്തിന് ഞാൻ തന്നെ സ്ക്രബ്ബർ വെച്ചാണ് തേക്കുന്നത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് തേച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് നമുക്ക് ഈ ഒരു ശല്യം കാണത്തില്ല കേട്ടോ. ഈ ഒരു അഴുക്ക് പെട്ടെന്ന് കയറി പിടിക്കത്തില്ല, കരിമ്പനൊക്കെ കയറി പിടിക്കത്തില്ല. അപ്പോൾ ബാത്റൂം ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റ് ആണെങ്കിലും എപ്പോഴും നല്ല വെള്ളി പോലെ കണ്ടോ. കഴുകി കഴിഞ്ഞ ശേഷം എന്താണ്ട് ഞാൻ വെള്ളമൊഴിച്ച് കാണിക്കുകയാണ് കണ്ടോ. 4 ഭാഗത്തെയും ടൈലും നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി ഞാൻ ടാപ്പും കൂടെ തേച്ച് കഴുകുകയാണ് അത് വെച്ചിട്ട് തന്നെ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതേപോലെ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ വീഡിയോ ഒരുപാടൊന്നും ലെങ്ത് ആക്കുന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ കാണിക്കുകയാണ് കണ്ടോ. ടൈലൊക്കെ 4 വശത്ത് നല്ല രീതിയിൽ വെട്ടി തിളങ്ങുന്നുണ്ട് കണ്ടോ. ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഈ ഒരു സാധനം വെച്ചിട്ട് ടൈലൊന്ന് തൊട്ടാൽ മാത്രം മതി. അതുപോലെ കണ്ടോ ക്ലോസറ്റ് കഴുകി കഴിഞ്ഞതാണ് കണ്ടോ. ക്ലോസറ്റിൻ്റെ ആ ഒരു വെട്ടം